ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഭയങ്കര ചൂടല്ലേ ഇപ്പം. അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് ഒരു ചക്ക ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വരിക്കച്ചക്ക ഇട്ടിട്ടുണ്ട്. നല്ല മധുരമുള്ള കേട്ടോ, നമ്മുടെ പ്ലാവിൽ നിന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ളൊരു ചക്ക, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതുപോലെ ഓരോ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ജാറിൽ ആ അരിപ്പ പോലത്തെ സംഭവം ഉള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ അടിച്ച് അതിൻ്റെ മറ്റേ വേസ്റ്റ് കാര്യങ്ങൾ, അതായത് അങ്ങനെ അടിച്ചിട്ട് വരുന്ന ഇതില്ലേ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നോളും. ബാക്കി നമുക്ക് ഇതിനകത്തേക്കൂടെ അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു മിക്സിയാണിത്. പിന്നെ വേണ്ടത് അല്പം ഏലക്ക. ഇതാണ് ഏലക്കയുടെ സത്ത് മാത്രമേ ഉള്ളൂ. ഏലക്ക അത് കുരു മാത്രം, അതിൻ്റെ തൊണ്ടൊന്നുമില്ലാതെ കുരു മാത്രം എടുത്ത്. അപ്പോൾ 2 ഏലക്ക നമുക്കിതിന് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇതുപോലെ 2-3 അരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി. കാരണം മധുരം നോക്കിയിട്ട്, ചക്കയുടെ മധുരമൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ പഞ്ചസാര ഇടാൻ. അപ്പോൾ ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് നല്ല തണുത്ത പാലാട്ടോ. അപ്പോൾ അല്ലെ കട്ടപ്പാലായാലും സൂപ്പറായിരിക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നല്ല ഫ്രീസറിൽ വെച്ച് നല്ല തണുത്തിരിക്കണ പാലെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അത് കട്ടയായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് മിക്സിയുടെ ജാറിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെയാണ് നമ്മളെ ഇത്രത്തോളമൊക്കെ ആക്കിയത്. നമുക്കിപ്പോൾ 10,000 ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ ഇത്രയും നമുക്ക് ആവാനായിട്ട് പറ്റിയത്. പിന്നെ ഇനി തുടർന്ന് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പേജ് ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കണേ, കുഞ്ഞാണ് ജ്യൂസ് ഉണ്ടാക്കണേ. നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താട്ടോ. കണ്ടോ, നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഷേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഷേക്ക് ഞാൻ കൊച്ചിന് കൊടുക്കാം കേട്ടോ. കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ.